ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്ന ഉടനെ ഞാൻ ജനലൊക്കെ തുറന്നിടും കേട്ടോ. ഇതിപ്പോൾ സമയം ഇപ്പോൾ 6:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല പ്രകാശമാണ്. ഇപ്പം വൈകുന്നേരം നേരത്തെ ഇരുട്ട് വീഴും, രാവിലെ നേരത്തെ നേരം വെളുക്കും, അങ്ങനെയാണ്. ഇത് കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ അവൻ്റെ തലയൊന്ന് സൈഡിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അത് കുറച്ച് തെർമോക്കോളൊക്കെ ചുറ്റി വെച്ചേക്കണം, അവൻ്റെ തലയൊന്നും ഇടിക്കാതെ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ. അപ്പോൾ ഞാൻ എണീറ്റ് ഉടനെ ചോറ് തിളപ്പിക്കാനായിട്ട് വയ്ക്കുവാണ്. മോന് സ്കൂളിൽ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ് ചോറ് തിളപ്പിക്കുന്നത്. പിന്നെ എനിക്കും കൊണ്ടുപോകണം. ഇന്നലെ രാത്രി എല്ലാം ഒതുക്കി വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കഴിച്ച പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ട് അങ്ങ് കിടന്നു. അപ്പോൾ രാവിലെ കുറച്ച് പണി കൂടുതലുണ്ട്. ഇവിടെ ആരും ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. നല്ല മഴയും നല്ല തണുപ്പും ഒക്കെ അല്ലേ. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞാനിന്ന് ദോശയും ഗ്രീൻ പീസ് കറിയാണ് രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഗ്രീൻ പീസ് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിന്നൊരു വേറെ ഒരു രീതിയിലാണ് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി ഇരിപ്പുണ്ട്. ഇത് ഒട്ടും അറിയാത്തവരുണ്ട് കേട്ടോ, പാചകമൊക്കെ ഒട്ടും അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കഴുകി കുതിർന്ന് വെച്ച് ഒരു 8 മണിക്കൂർ കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വേവുണ്ട്, ഒരു 7 വിസിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചേക്കാണ്. വെള്ളം നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട. ഗ്രീൻ പീസിൻ്റെ മുകളിൽ ഒന്ന് നിമന്ന് നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചാലും അത് പിന്നെ അങ്ങ് ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ നമുക്ക് പിന്നീട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. വീഡിയോ എടുക്കുന്ന ദിവസം നേരത്തെ എഴുന്നേറ്റാലേ കാര്യം നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ദിവസം അത്യാവശ്യം നേരത്തെ എണീറ്റാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി, അതുകൊണ്ട് വേഗം ചെയ്യുവാണേ. ഇനി നമുക്ക് ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡിയായി, ചോറ് തിളച്ചിട്ടുണ്ട്. കണ്ണ് തെറ്റിയാൽ ഇതൊക്കെ തിളച്ച് കളയും. പാലും ചോറും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇത് പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് പുറത്തുള്ളത്. ഇത് ഞങ്ങൾ തുണിയൊക്കെ അലക്കിയിടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. തറയൊക്കെ ഇടാനുണ്ട്, ചുറ്റും ഒന്ന് കവർ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുറത്ത് രാവിലെ നല്ല ഭംഗിയായിരുന്നു സൂര്യനെ കാണാനായിട്ട്. ഇത് വീടിൻ്റെ പുറകുവശമാണ്, നല്ല മഞ്ഞാണ്, അതാണ് മഞ്ഞ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ രാവിലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണോ ആവശ്യം പോലെ എടുക്കാം. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അതിന് വേണ്ടിയിട്ട് എടുത്ത കറിവേപ്പ് കുറച്ച് ഇരിപ്പുണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടെ എടുത്ത് വയ്ക്കാം. പിന്നെ മല്ലിയില എടുക്കണം. ഇത് ഇവിടെ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ പൂവ് കുറച്ച് കൊണ്ട് ഇട്ടതാണ്. ഇപ്പോൾ ഇവിടെ മുഴുവനും മല്ലിയിലയാണ്. അതും ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ആവശ്യം പോലെ എടുക്കാം. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത് തന്നെയാണ് രസം വയ്ക്കുമ്പോഴും ചിക്കൻ വയ്ക്കുമ്പോഴായാലും ഇത് തന്നെയാണ് ഇടുന്നത്. ഇത് ഫ്രഷ് സാധനമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ അകത്ത് വന്ന് മോന് മീൻ വറുക്കാനുള്ളത് ഞാൻ ഇന്നലെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞളും ഉപ്പും ഇച്ചിരി കുരുമുളകും ഇട്ട് അവന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അവന് ഫ്രൈ ചെയ്ത മീൻ അത്ര ഇഷ്ടമല്ല, എന്നാലും അപ്പം കറി ഇല്ലാത്തതുകൊണ്ട് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അവന് വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചതാണേ. അപ്പോൾ അത് വറുക്കാനിട്ടു. ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു. അടുത്ത് പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ എടുത്ത സവാള, ഗ്രീൻ പീസ് കറിക്കുള്ള സവാളയും വെളുത്തുള്ളിയും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും സവാളയും ഞാനൊന്ന് കഴുകി കട്ട് ചെയ്ത് എടുക്കുവാണേ. നമുക്കൊരു ടൊമാറ്റോയും കൂടെ വേണം. അപ്പോൾ ടൊമാറ്റോ എൻ്റെ അടുത്തില്ല, തീർന്നു പോയി. അപ്പോൾ ഞാൻ അത് ഇടുന്നില്ല. ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്ത് വെക്കണം. കയ്യിൽ വെച്ച് അരിയാൻ എനിക്ക് കുറച്ച് പാടാണ്. കൈയെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തിടും. അതുകൊണ്ടാണ് ബോർഡ് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഒരു കഷ്ണം ഇഞ്ചി വേണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, ഇല്ലെങ്കിൽ അതൊരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ചെറിയൊരു പീസ് മതി, ഒരു കുഞ്ഞ് പീസ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ഇടിയലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴറ്റാം. അപ്പോൾ സവോള വഴണ്ടതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ സവോള വഴണ്ടതിന് ശേഷം വേണം ഇടാനായിട്ട്. അപ്പോൾ കുക്കർ ഞാൻ ഇടയ്ക്ക് തുറന്നപ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടില്ലായിരുന്നു. വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത് 2 വിസിൽ കേട്ടു, അത് റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെച്ചു. അപ്പോൾ സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർക്ക് അതായാലും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു അരപ്പുണ്ട്. ഇനി നമുക്കിത് റെഡിയാവുന്ന ടൈം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗ്രീൻ പീസിൻ്റെ പരുവം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പൊടിയൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തിളച്ച് കുറുകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സമയം നോക്കാൻ ഞാൻ വന്നതാണ്. 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും എണീറ്റിട്ടില്ല ഇതുവരെ. ചേട്ടനൊന്നും പോകുന്നില്ല, ലീവാണ്. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കണം. ദോശയ്ക്കുള്ള മാവ് റെഡിയായിരിപ്പുണ്ട്. കറി ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് ഇറക്കാം കേട്ടോ. ഇത് ഒന്ന് ഇരിക്കും തോറും ഒന്ന് കുറുകുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ഇറക്കി വെക്കാനായിട്ട്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ രസവും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സമയമായതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാക്ക് ചെയ്യണം, മോനെ വിളിച്ചുണർത്തണം. അത് കഴിഞ്ഞ് എനിക്ക് റെഡി ആവണം. അപ്പോൾ അധികം ടൈമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുവാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ കുഞ്ഞിനെ വിട്ടതിന് ശേഷം ഞാനും കുളിച്ച് റെഡിയായി എല്ലാം ഫുഡൊക്കെ കഴിക്കുവാണ്. നമ്മുടെ ദോശയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് അങ്ങനെ ശീലമില്ല. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് പലതും മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും കഴിച്ചു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.